ബ്രഹ്മമാണ് ഇവിടെ ഓങ്കാരമായ പൊരുൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ പരമമായിട്ടുള്ള കാരണം ഈ പറഞ്ഞ പരബ്രഹ്മമാണ്. അതായത് ഒന്നുകൂടി പറഞ്ഞാൽ ശുദ്ധമായ ഉണ്മ, അതായത് ശുദ്ധമായ സത്യം, ശുദ്ധമായ ബോധം, ശുദ്ധമായ ആനന്ദം, ഇത് മൂന്നും കൂടി ഏകീകരിച്ച് അത് ഘനീഭവിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് പരബ്രഹ്മം. ഇതിനെയാണ് ഉപനിഷത്തുക്കൾ സച്ചിദാനന്ദം എന്ന് പറയുന്നത്. നമ്മൾ ചക്രാസിന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സഹസ്രാര ചക്രോപണമായി കഴിയുമ്പോൾ നമ്മൾ സച്ചിദാനന്ദത്തിലേക്ക് എത്തും, ഏറ്റവും പരമമായ അവസ്ഥയിലെത്തും. അതൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരബ്രഹ്മത്തിലേക്ക് ഒരുപാട് വഴികളുണ്ട്. എല്ലാ വഴികളും അവസാനം ചെന്നെത്തുന്നത് ഒറ്റ പോയിന്റിലാണെന്നുള്ളത്. അപ്പോൾ ഉപനിഷത്തുക്കൾ ഇതിനെയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ഈ സച്ചിദാനന്ദത്തിനെ നമ്മളുടെ ബാഹ്യേന്ദ്രിയങ്ങളെ, നമ്മുടെ സാധാരണ കണ്ണുകളെ കൊണ്ടൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മൾക്ക് ആർക്കും ഇല്ല. തുടക്കത്തിൽ അപ്പം എന്താ വേണ്ടത്? നമ്മൾ തുടക്കത്തിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് എന്തെങ്കിലും നാമം അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ഈ പ്രണവോപാസന ശീലിക്കുക. അതായത് ഓങ്കാരം ജപിച്ചു തുടങ്ങുക. അത് ജപിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ സഗുണ നിർഗുണ ഉപാസനകളുണ്ട്. അതായത് എല്ലാ ഗുണങ്ങളും, സഗുണം എന്ന് പറയുമ്പോൾ നല്ല ഗുണം. ഈ സഗുണോപാസനയിലാണ് നമ്മളിത് തുടങ്ങിയിട്ട് അങ്ങേയറ്റെത്തുമ്പോൾ നിർഗുണോപാസനയിലെത്തുന്നു. എന്താണ് നിർഗുണം? പലപ്പോഴും നമ്മളൊക്കെ തമാശയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ നിർഗുണം. അതിനെ കൊണ്ടൊരു ഉപകാരമില്ല. അതൊരു നിർഗുണ പരബ്രഹ്മമാണെന്ന് നമ്മൾ കോമഡി ആയിട്ടൊക്കെ പറയാറുണ്ട്. തെറ്റാണ്. നിർഗുണ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ളതാണ്. അതായത് സഗുണം പോലും ഏറ്റവും നല്ല ഗുണമാണ്. അതിനും അതീതമായിട്ടുള്ളതാണ് ഈ പറഞ്ഞ നിർഗുണം എന്ന് പറയുന്നത്. അപ്പോൾ സഗുണോപാസനയിൽ നമ്മൾ തുടങ്ങിയിട്ട് അത് എത്തി നിൽക്കേണ്ടത് നിർഗുണോപാസനയിലാണ്. ഇതിന് നമ്മൾ ഓങ്കാരം, അതായത് പ്രണവം വളരെ കൃത്യമായിട്ട് ശീലിക്കുന്നവർക്ക് മാത്രമേ അത് ഈ പറഞ്ഞ ഓങ്കാര പരബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഓങ്കാരത്തിന് പ്രണവം എന്നും അതിനെ തന്നെ പരബ്രഹ്മത്തിന്റെയും പ്രതീകമായിട്ട് ഉപനിഷത്തുക്കൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ഓങ്കാരം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രണവോപാസന ചെയ്യുമ്പോഴാണ് പരബ്രഹ്മത്തിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്താലാണോ ഏറ്റവും പരമമായതിലേക്ക് എത്തുന്നത് അതിന്റെ പ്രതീകമാണല്ലോ നമ്മൾ ഇപ്പുറത്ത് ചെയ്യുക. അതുകൊണ്ടാണ് ഉപനിഷത്തുക്കൾ ഓങ്കാരത്തെ പരബ്രഹ്മം അല്ലെങ്കിൽ പ്രണവം എന്ന് പറയുന്നത്, അതിന്റെ പ്രതീകമായിട്ട്. ഇത്രയും ഉപനിഷത്തുക്കൾ സമ്മതിച്ചു തന്നിട്ടുള്ള ഇത്രയും വളരെ ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ് എഴുത്തച്ഛൻ വളരെ സിമ്പിളായിട്ട് ഹരിനാമ കീർത്തനത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത്.